Good morning. Good morning, ma'am. Okay. Good morning, ma'am. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പോർഷൻസ് തീർന്നിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ചെറിയൊരു റിവിഷൻ നടത്താന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയുടെ ചെറിയൊരു റിവിഷൻ ഓക്കെ ശരണ്യ, ഗുഡ് മോർണിംഗ്. അപ്പൊ റിവിഷൻ ചെറുതായിട്ട് നമുക്ക് നടത്താം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്ററുകളൊക്കെ ഒന്ന് നോക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ മൊഡ്യൂൾ 1-നകത്ത് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സില് ഒന്നാമത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആയിരുന്നു അല്ലെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എടുത്തിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കേൾക്കുക. നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ പഠനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോ ഞാൻ ആദ്യം ആ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? Yes, ma'am. ഓക്കെ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടാ. ഓൾ മ്യൂട്ട് കൊടുക്കട്ടെ. ഈ ചാപ്റ്ററിലെ നമ്മൾ ആദ്യം പഠിച്ചത്. ഓക്കെ. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലില് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്, കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടത് അല്ലെ. ഒന്ന് സൈസ് ആണ്. സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സൈസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യം പഠിച്ചു പോയിന്റ് അല്ലെ. സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തത്. ഇതൊക്കെയായിരുന്നു സ്മോൾ ഹോസ്പിറ്റല്, മിഡ് സൈസ്ഡ് ആൻഡ് ലാർജ് സൈസ് അല്ലെ. അവിടെയൊക്കെ നോട്ട് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ബെഡ്സ് ആണ് കേട്ടോ. അതിൽ നിന്ന് തന്നെ ചോദ്യം വരും. സ്മോൾ ഹോസ്പിറ്റൽ ആകുമ്പോൾ ലെസ് ദാൻ 30 ആണ്, മിഡ് ആകുമ്പോൾ 30 to 100 ആണ്, ലാർജ് സൈസ്ഡ് ആകുമ്പോൾ എബവ് 100 ആണ്. അതാണ് നമ്മൾ പഠിച്ചു പോയത്. പിന്നെ നമ്മൾ പറഞ്ഞത് ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ. ലെവൽ ഓഫ് കെയർ എന്ന് വെച്ചാൽ എന്താണ്? പരിചരണത്തിന്റെ നിലവാരമാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ, അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഓരോന്നിന്റെ എക്സാമ്പിളുകളാണ് കേട്ടോ. ഓക്കെ. പ്രൈമറി കെയർ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ഏതാ നമ്മൾ പറഞ്ഞത്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ ആണ് അല്ലെ, PHSC ആണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. സെക്കൻഡറി കെയറിന് ഏതാ നമ്മൾ എക്സാമ്പിൾ പഠിച്ചത്? താലൂക്ക് ആശുപത്രി അല്ലെ, ഡിവിഷണൽ ഹോസ്പിറ്റല്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകള് അല്ലെ, അതൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നത്. ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ഏതാ പറഞ്ഞ? എല്ലാം ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയുള്ള എക്സാമ്പിൾ നമ്മൾ നോക്കി കണ്ടത്. ടെർഷ്യറി കെയറിന് എക്സാമ്പിൾ ഏതായിരുന്നു? മെഡിക്കൽ കോളേജ് അല്ലെ. അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ തിരിച്ചത്? അതായത് എന്താ പറയാ, സിംഗിൾ സ്പെഷ്യാലിറ്റി ഉണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു, അത് ഇമ്പോർട്ടന്റ് ആണ്. അവസാനത്തെ ഒരു സെന്റൻസിൽ പറയുന്നുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ് ദ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ഇസ് ഡിറ്റർമിൻഡ് അല്ലെ. ഓരോ ഹോസ്പിറ്റലും അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു റിസോഴ്സസ്, ഓർഗനൈസേഷൻ ഒക്കെ നമ്മൾ നിർണ്ണയിക്കുന്നത് അല്ലെ. ICU ആണെങ്കിൽ, കാർഡിയക് ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനൊരു കാത്ത് ലാബ് ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു കാർഡിയക് ICU ഉണ്ടായിരിക്കും. അതേസമയം ഒരു ഓങ്കോളജി ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് ഒരു റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ആണ് ഉണ്ടാവുക അല്ലെ. അല്ലാണ്ട് ഒരു ഓങ്കോളജി ഹോസ്പിറ്റലിന് ഒരു കാത്ത് ലാബ് ആണോ ഉണ്ടാവുക? അല്ല. അപ്പൊ ഓരോന്നിന്റെ സ്പെഷ്യാലിറ്റി എന്താണോ അതിനനുസരിച്ച് കൊണ്ടാണ് അവരുടെ റിസോഴ്സുകളും ഓർഗനൈസേഷനും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഓണർഷിപ്പ്.
ഓണർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് നമ്മൾ മെയിൻ ആയിട്ട് പബ്ലിക് ഹോസ്പിറ്റൽ എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വന്നിട്ട് അത് ഏത് ടൈപ്പ് ആണെന്ന് നമ്മളോട് ചോദിക്കാം കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എക്സാമിൽ എയിംസും PGI ആണ് നമ്മൾ പറഞ്ഞത്. എയിംസിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, PGIയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ് കേട്ടോ, ജില്ലാ ആശുപത്രികളാണ്. ഇനി അതിനടുത്ത് മുനിസിപ്പൽ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ആ വാക്ക് ശ്രദ്ധിക്കണം, ജില്ലാ ഭരണകൂടം, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് എന്ത്? മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ PSUന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ് കേട്ടോ, പൊതുമേഖലാ മേഖലയിൽ വരുന്ന ഹോസ്പിറ്റലുകൾ. എക്സാമ്പിൾ നമ്മൾ റെയിൽവേ ഹോസ്പിറ്റലൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രൈവറ്റ് ആകുമ്പോൾ നമുക്കറിയാം ഫോർ പ്രോഫിറ്റ് എന്താണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് എന്താണ്, അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. NGO എന്താണ്? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അത് ഏതിൽ വരുന്നതാണ്? അത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റലിനടുത്ത് വരുന്നതാണ്. ഇതൊക്കെ ഓടിച്ച് പറയുന്നതാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റിവിഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ സിസ്റ്റം ഓഫ് മെഡിസിനെ പറ്റിയിട്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഹോമിയോ, മറ്റേ അലോപ്പതി ഹോസ്പിറ്റല്, ഹോമിയോ ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽസ്, യുനാനി, അങ്ങനെയൊക്കെ പല ടൈപ്പ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് അല്ലെ, താമസത്തിന്റെ ദൈർഘ്യം. പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് അവര് സ്റ്റേ ചെയ്യുന്ന ആ ഒരു ടൈമിനെ, ആ ഡ്യൂറേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും രണ്ടായി തിരിച്ചു. അതിന്റെ കാലയളവ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് മുൻവർഷം മുൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞത് 1 or 2 days up to 20 days ആണ് പറഞ്ഞത്. 1 or 2 days up to 20 days. അതേസമയം ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എങ്ങനെയാണ്? several months അല്ലെങ്കിൽ വർഷങ്ങളൊക്കെയാണ് അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരിക. പിന്നെ എക്സാമ്പിളുകൾ, പൊതുവെ നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഏത് ഗണത്തിൽ പെടുന്നതാ? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിനകത്ത് പെടുന്നതാണ് അല്ലെ. അതേസമയം ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒത്തിരി എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു? മെന്റൽ ഹോസ്പിറ്റല്, പിന്നെ റിഹാബിലിറ്റേഷൻ സെന്റർ, ജെറിയാട്രിക് കെയർ സെന്ററുകള്, പാലിയേറ്റീവ് കെയർ. എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഹോസ്പിറ്റൽ ആണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയണോ കേട്ടോ, അത് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആണ്. പിന്നെ നമ്മൾ കണ്ടത് അബ്രീവിയേഷൻസ് ആണ്. ഓക്കെ, അത് അവിടെ പഠിച്ചതാണ്. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ചാപ്റ്ററിനകത്ത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കുക. PHC stands for, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമല്ലേ? PHC stands for ഓപ്ഷൻസ്: പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, പ്രൈവറ്റ് ഹെൽത്ത് സെന്റർ, പബ്ലിക് ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ. ഇതായിരുന്നു കറക്റ്റ് ആൻസർ. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നാണ് കേട്ടോ, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നാണ്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ കേൾക്കാം. ഓൺ ദ ബേസിസ് ഓഫ് സയൻസ് ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു എന്നും പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്മോൾ ഹോസ്പിറ്റൽസ്, മിഡ് സൈസ്ഡ്, ലാർജ് ഹോസ്പിറ്റൽസ്, ഓൾ ഓഫ് ദി എബോവ്. എന്താ ആൻസർ വരിക? ഓൾ ഓഫ് ദി എബോവ് ആണ് അല്ലെ. കാര്യം സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ 3 എണ്ണമായിട്ട് തരംതിരിച്ചതാണ് അല്ലെ. സോ ഓൾ ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ഇൻ ഗവൺമെന്റ് സിസ്റ്റം, the primary health center PHC are the hospitals that provide dash type of care. അപ്പൊ ലെവൽ ഓഫ് കെയർ വെച്ചിട്ട് ചോദിച്ചത്. ഓപ്ഷൻസ്: പ്രൈമറി ആണോ, സെക്കൻഡറി കെയർ ആണോ, ടെർഷ്യറി കെയർ ആണോ, നൺ ഓഫ് ദി എബോവ് ആണോ? PHC ആ പേരിൽ തന്നെ കിടപ്പുണ്ട്. എന്താണ്? പ്രൈമറി കെയർ ആണ് കൊടുക്കുന്നത്. അപ്പൊ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കേൾക്കാം. എന്താണ്? CHCയുടെ ഫുൾ ഫോം കേട്ടോ. എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്നാണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. എ ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ, കറക്റ്റ് ആണ് കേട്ടോ ആന്ധ്ര, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അടുത്തത്, എ ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ മോർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് ആർ കോൾഡ് ഡാഷ്. സിംഗിൾ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി, ബോത്ത് A and B, നൺ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരിക? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതാണ് വന്നിരിക്കുന്നത് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ പെട്ടെന്ന് മാർക്കൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയൊരു വേർഡിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടാകും. നമുക്കൊരു തെറ്റാൻ സാധ്യതയുള്ള തരത്തിലൊക്കെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിലോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആവയോ അപ്പൊ തന്നെ വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് കറക്റ്റ് ആണെന്ന് തോന്നി ഓടിപ്പോയി മാർക്ക് ചെയ്യും. എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കുക, മാർക്ക് ചെയ്തൊക്കെ കറക്റ്റ്
കറക്റ്റ് അല്ലേ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ അറിഞ്ഞിട്ട് തെറ്റ് വരുത്തരുത്, അറിയാവുന്ന കാര്യം തെറ്റി പോകണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞത് കേട്ടോ. അടുത്തത് size of the hospitals is usually measured by the number of dash beds. Options outpatient, inpatient, outpatient and inpatient, none of the above. എന്താണ് ആൻസർ വരിക? ചോദ്യം കേട്ടായിരുന്നോ? ഇൻപേഷ്യന്റ്. ഓക്കെ, കറക്റ്റ് ആണ്. IPD അല്ലെ, ഇൻപേഷ്യന്റ് ബെഡ്സ് എന്നാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസിഡേർഡ് ആസ് എ സ്മോൾ ഹോസ്പിറ്റൽ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസിഡേർഡ് ആസ് എ സ്മോൾ ഹോസ്പിറ്റൽ? ഓപ്ഷൻസ് കേൾക്കുക. ലെസ് ദാൻ 30 ബെഡ്സ്, 30 to 100 ബെഡ്സ്, 200 to 300 ബെഡ്സ്, മോർ ദാൻ 500 ബെഡ്സ്. ആൻസർ എന്താ വരിക? ലെസ് ദാൻ 30 ബെഡ്സ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് is an example of a secondary care hospital? ചോദ്യം ശ്രദ്ധിക്കാം. Which of the following is an example of a secondary care hospital? ഓപ്ഷൻസ് നോക്കുക. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, നൺ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരിക? സെക്കൻഡറി കെയർ പരിചരണം കൊടുക്കുന്നത് ഏത് ഹോസ്പിറ്റലാ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് അല്ലെ. അത് തന്നെ, ജില്ലാ ആശുപത്രികളാണ് കേട്ടോ. അപ്പൊ നമുക്കറിയണം ഈ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവര് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ, അവര് ടെർഷ്യറി കെയർ ആണ് കൊടുക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് സെക്കൻഡറി കെയർ ആണ്. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആൻസർ അതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓണർഷിപ്പ് ഒരു ഫാക്ടർ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഹോസ്പിറ്റൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2, 0, 10, നൺ ഓഫ് ദി എബോവ്. എത്രയായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേ? ഓണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് എത്രയായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേ? 2 ആയിട്ട്. ഓക്കെ, 2 ആയിട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. PGI മീൻസ് PGI ട്ടോ. എന്റെ എക്സ്പാൻഷൻ ആണ് ഈ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പോസ്റ്റ് ഗ്രാജുവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ടോ, പോസ്റ്റ് ഗ്രാജുവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പോസ്റ്റ് ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നൺ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ദെൻ അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. വാട്ട് ഡസ് ദ ടേം ലെങ്ത് ഓഫ് സ്റ്റേ റെഫർ ടു ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ്? വാട്ട് ഡസ് the term length of stay എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് റെഫർ ടു ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ്. ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗില് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു, ദ ടോട്ടൽ നമ്പർ ഓഫ് ബെഡ്സ് അവൈലബിൾ ഇൻ ദ ഹോസ്പിറ്റൽ. ഒന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ, ദ നമ്പർ ഓഫ് ഡേയ്സ് എ പേഷ്യന്റ് സ്പെൻഡ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്. Third option, the distance as patient travels to reach the hospital. Fourth option, the average number of visitors a patient receives per day. എന്താണ് ആൻസർ വരിക? 2 ആണ് ആൻസർ. ബാക്കിയുള്ളതൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലെ. ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഡേയ്സ് എ പേഷ്യന്റ് സ്പെൻഡ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്. അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെ ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്ന ദിവസങ്ങളുടെ എണ്ണം. ഓക്കെ, നമുക്കറിയാവുന്നതാണ് ലെങ്ത് ഓഫ് സ്റ്റേ. അതാണ് എന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട്, ഒരു നോട്ട് അവിടെ കയറി കിടപ്പുണ്ട്, ചോദ്യം നോക്കി വേണം ആൻസർ പറയാൻ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടിപ്പിക്കലി കൺസിഡേർഡ് എ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ? താഴെ തന്നിരിക്കുന്നതിൽ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ്, റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽ, മെന്റൽ ഹോസ്പിറ്റൽ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, ജനറൽ ഹോസ്പിറ്റൽ. ഏതാ വരിക? ജനറൽ ഹോസ്പിറ്റൽ. അതേ ഇതിൽ വരുന്ന ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആണ്. അതേസമയം നിങ്ങൾ നോക്കിയേ, റീഹാബിലിറ്റേഷൻ, മെന്റൽ ഹോസ്പിറ്റൽ, പാലിയേറ്റീവ് ഒക്കെ ഇതിനകത്ത് വരുന്നതാ? ലോങ് സ്റ്റേ ഹോസ്പിറ്റലിനകത്ത് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ ഡാഷ് ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ ലാർജ് ഹോസ്പിറ്റൽസ്. വീണ്ടും ബെഡുകളുടെ എണ്ണത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 30 ആണോ, 40 ആണോ, 100 ആണോ, 60 ആണോ? ഇതാണ് ആൻസർ വരിക? മോർ ദാൻ 100 അല്ലെ. 100ൽ കൂടുതൽ എന്ന് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. അത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്.
ശ്രദ്ധിക്കാം. Which level of care is most likely to include major surgeries and specialized treatments? ഇവിടെ വായിക്കാം. Which level of care is most likely to include major surgeries and specialized treatment? ഈ മേജർ സർജറികളും സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റുകളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ലെവൽ ഓഫ് കെയർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രൈമറി കെയർ ആണോ, സെക്കൻഡറി കെയർ ആണോ, അതോ ടെർഷ്യറി കെയർ ആണോ, പിന്നെ എന്താണ് കോർഡിനറി കെയർ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താ? ടെർഷ്യറി കെയർ ആണ്. മേജർ സർജറികളും സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നത് ഏതിനകത്താ? ടെർഷ്യറി ലെവൽ ഓഫ് കെയറിനകത്താണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following does not come under the features of a large hospital? അതായത് താഴെ തന്നിരിക്കുന്നത് ലാർജ് ഹോസ്പിറ്റലിന്റെ ഫീച്ചേഴ്സുകളില് പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡസ് നോട്ട് കം അണ്ടർ എന്നാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ അകത്ത് ഡെവലപ്ഡ് ICU, ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി ആൻഡ് റേഡിയോളജി, പിന്നെന്താണ് ബേസിക് ലെവൽ കെയർ. ഉത്തരം ഏതാ വരുന്നത്? ബേസിക് ലെവൽ കെയർ ആണ് കേട്ടോ. അതില് നമുക്ക് അതിലൊരു ഇതുണ്ട്, ബേസിക് ലെവൽ കെയർ എല്ലായിടത്തും എന്തായാലും കൊടുത്തിരിക്കും. സോ എന്തായാലും തന്നേക്കുന്നതിന് ഉത്തരം ഏതാ വരുന്നത്? ബേസിക് ലെവൽ കെയർ ആണ് വരിക കേട്ടോ. ഓക്കെ, അടുത്തത് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സിസ്റ്റംസ് ഇൻവോൾവ്ഡ് ഇൻ എ കാർഡിയാക് ഹോസ്പിറ്റൽ. ഒരു കാർഡിയാക് ഹോസ്പിറ്റലിൽ ഉൾപ്പെടുന്ന സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ അകത്ത് കാത്ത് ലാബ് ഉണ്ട്, കാർഡിയാക് ICU ഉണ്ട്, ബോത്ത് A and B ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ് ആൻസർ വരിക? ബോത്ത് A and B ആണ് കേട്ടോ. എന്താണ് വരിക? ബോത്ത് A and B ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് NGO സ്റ്റാൻഡ്സ് ഫോർ കേട്ടോ. NGO എന്താണ്? എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: നാഷണൽ ജോഗ്രഫിക്കൽ ഓർഗനൈസേഷൻ, നാഷണൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, നൺ ഓഫ് ദീസ്. ആൻസർ എന്താ വരിക? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ബുദ്ധിമുട്ടില്ല, എളുപ്പമല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒക്കെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇത് എന്താ പറയാ, എക്സ്പാൻഷൻസുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പഠിച്ച ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. അതൊന്ന് നമുക്ക് നോക്കാം. ചാപ്റ്റർ ഒന്ന് എടുക്കട്ടെ കേട്ടോ. സ്ക്രീനിൽ നോക്കാം കേട്ടോ. നമ്മൾ പിന്നെ പഠിച്ച ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ ആയിരുന്നു. അത് അതിൽ നമ്മൾ വലിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ എളുപ്പമാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാലും ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ അതിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റിന് പ്രധാനമായിട്ട് 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു കേട്ടോ. ഏതൊക്കെയായിരുന്നു? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ IPD, OPD. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇത് നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് കൊടുത്താണ്. നമ്മൾ 12 എണ്ണമാണ് അതിനകത്ത് പഠിച്ചത് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് 3 എണ്ണം അല്ലെ, ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ എന്തായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിനകത്ത് ഇൻപേഷ്യന്റ് സർവീസസിനകത്ത് പെടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, ഔട്ട് പേഷ്യന്റ് സർവീസിനകത്ത് പെടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് അത് ഏകദേശം അറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കാം. സോ അത് ശ്രദ്ധിക്കാം. ഡാഷ് ഈസ് എ ഫിസിഷ്യൻ who is not specialized in one particular area of medicine. ഇതാണ് ചോദ്യം. ഓപ്ഷൻസ്: സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ, ജനറൽ പ്രാക്ടീഷണർ, ബോത്ത് A and B, നൺ. ഏതാണ് ആൻസർ വരിക? രണ്ടാമത്തെ അല്ലെ. ഏതാണ്? ജനറൽ പ്രാക്ടീഷണർ എന്നല്ലേ നമ്മൾ പഠിച്ചത്? GP അല്ലെ. ഫിസിഷ്യൻ ഈസ് നോൺ ആസ് എ GP എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക നിങ്ങൾ. ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസിംഗ് ഓൺ ഗൈനക്കോളജി ഈസ്. അപ്പൊ ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ചിന്തിക്കാം.
അപ്പൊ the specialties of branch of medicines that focusing on gynecology is the options obstetrics, gynecology, infertility, all. അവിടെ നമ്മൾ പഠിച്ചിരുന്നു. ഒന്നാണ് വരിക, ഒന്നല്ല ആൻസർ വരിക കേട്ടോ, ഓൾ ആണ് വരിക കേട്ടോ, ഓൾ ആണ് ആൻസർ വരിക. എന്താണ് ഗൈനക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യാലിറ്റികൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഗൈനക്കോളജിയിൽ തന്നെ 3 ടൈപ്പ് സേവനങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു. കാണിച്ചു തരുന്നത് കണ്ട, ഇവിടെ നമ്മൾ 3 കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലെ, 3 സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നുണ്ട്. ഗൈനക്കോളജി, ഒബ്സ്റ്ററ്റിക്സ്, ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഇതിന്റെ ഉപവിഭാഗങ്ങളായിട്ട് വരുന്നതാണ്. അതാണ് ചോദിച്ചത്. ഒന്നല്ല ഉത്തരം, ഓൾ ആണ് ആൻസർ വരിക കേട്ടോ. The specialities of branch of medicine that focusing on gynecology is options obstetrics, gynecology, infertility, option D all ആണ് കേട്ടോ, all ആണ് ആൻസർ വരിക കേട്ടോ. Okay, then അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. The surgical speciality medicine that focuses on surgical repair of a defect of form or function of any human body is a defect of form or function is of any human body is dash. Options orthopedics, plastic surgery, physiotherapy, none. ഏതാണ് ആൻസർ വരിക? പ്ലാസ്റ്റിക് സർജറി. ഓക്കെ, കറക്റ്റ് ആണ്, പ്ലാസ്റ്റിക് സർജറി. എല്ലാവർക്കും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. Which of the following does not come under supportive department in a hospital? താഴെ തന്നിരിക്കുന്നവയില് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ പെടാത്ത ഡിപ്പാർട്ട്മെന്റ് ഏതെന്നാണ്? നമ്മൾ 24 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റും 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനോട് തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഒന്നുകൂടെ വായിക്കാം. Which of the following does not come under supportive department in a hospital? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഹൗസ് കീപ്പിംഗ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ റെക്കോർഡ്സ്, ഫിനാൻസ്. ഏതാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടാത്ത ഡിപ്പാർട്ട്മെന്റ്? ഏതാണ് ഇതിനകത്ത്? ഏതാണ്? അതിലേക്ക് തെറ്റിപ്പോയി, 3 അല്ല ആൻസർ, ഫിനാൻസ് ആണ് കേട്ടോ ആൻസർ. ഫിസിയോതെറാപ്പി വരുമോ? ഇല്ല, ഫിസിയോതെറാപ്പി ഇതിനകത്ത് നമ്മൾ പഠിച്ചത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്താണ്. നോക്കിക്കേ നിങ്ങള്, നോക്കിക്കേ ആ ഒരു ഇത് നോക്കിയല്ലേ, ഇത്രയും 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിനകത്ത് ഹൗസ് കീപ്പിംഗ് വരുന്നില്ലേ? വരുന്നുണ്ട്. ഫിസിയോതെറാപ്പി ഇതേ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന് എന്താണ് ഫിസിയോതെറാപ്പി വരുന്നത്? മെഡിക്കൽ റെക്കോർഡ് അവിടെയുണ്ട്, മെഡിക്കൽ റെക്കോർഡ്സ്. ഇതിൽ വരാത്ത ഫിനാൻസ് ആണ്. ഫിനാൻസ് ഏത് വിഭാഗത്തിലാണ് വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനകത്തല്ലേ ഫിനാൻസ് വരുന്നത്. ചോദ്യം എന്താ? താഴെ തന്നിരിക്കുന്നവര് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതേതായിരുന്നു? ഫിനാൻസ് ആണ്. അത് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ which of the following does not including inpatient services? ഇൻപേഷ്യന്റ് സർവീസസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പൊ ആദ്യത്തെ ടാബുലർ കോളം ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? ഇൻപേഷ്യന്റ് സർവീസസ് പറഞ്ഞ ഓപ്ഷൻസ് വായിക്കാം. ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ലേബർ റൂം, പേഷ്യന്റ് വാർഡ്സ്, കാഷ്വാലിറ്റി. കാഷ്വാലിറ്റിയിലെ വരിക ആൻസർ. കാഷ്വാലിറ്റി ഏതിനകത്ത് നമ്മൾ പറഞ്ഞ ഔട്ട് പേഷ്യന്റ് സർവീസസിനകത്താണ് പറഞ്ഞത്. ബാക്കി എല്ലാം 3 ഏതിനകത്താണ് വരുന്നത്? ഇൻപേഷ്യന്റ് സർവീസിനകത്താണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ്സ് ഡാഷ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ഓൾ. ഏതാണ് ആൻസർ വരിക? ഓൾ ആണ് ആൻസർ വരിക അല്ലെ. അതാണ് ഓൾ ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ജനറൽ അനസ്തേഷ്യ ഈസ് പ്രൊവൈഡഡ് ത്രൂ ഡാഷ്. ജനറൽ അനസ്തേഷ്യ ഈസ് പ്രൊവൈഡഡ് ത്രൂ ഡാഷ്. ഓപ്ഷൻസ് മാസ്ക്, ബി കാനുല, സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൈദർ എ നോർ ബി. ഏതാണ് ആൻസർ വരിക? ഏതായിരിക്കും? ജനറൽ അനസ്തേഷ്യ ഈസ് പ്രൊവൈഡഡ് ത്രൂ ഡാഷ്. ഓപ്ഷൻ എ മാസ്ക്, ഓപ്ഷൻ ബി കാനുല, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൈദർ എ ഓർ ബി. ശ്രീലക്ഷ്മി ജൂബി പറഞ്ഞ ആൻസർ ആണ്. അഫ്ല പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ വരാം. പഠിച്ചിട്ടില്ലേ നമ്മള്? നോക്കിയേ, ജനറൽ അനസ്തേഷ്യ എടുത്തേനെ.
അതിനകത്ത് എന്താ പറയുന്നത്? ജനറൽ അനസ്തേഷ്യ ഇസ് എ മെഡിസിൻ that is administered by an anesthesiologist through a mask or an IV cannula. രണ്ടിലൂടെ നമുക്ക് കൊടുത്തൂടെ? IV കാനുലയിലൂടെയും കൊടുക്കാം, മാസ്കിലൂടെയും കൊടുക്കാം. ആൻസർ ഏതാ വരിക? ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ വരിക അല്ലെ. രണ്ടിലൂടെയും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റിപ്പോയവരൊന്ന് ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലി ഫോർ വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് ഓഫ് എൽഡർലി പീപ്പിൾ. അപ്പൊ ഇവിടെ നോട്ട് ചെയ്യാം, എൽഡർലി പീപ്പിൾ. ഓപ്ഷൻസ് ജനറൽ മെഡിസിൻ, ജെറിയാട്രിക്സ്, പീഡിയാട്രിക്സ്, ഹെപ്പറ്റോളജി. ഉത്തരം എന്താണ്? ജെറിയാട്രിക്സ്. കറക്റ്റ് അല്ലേ? എന്താ ചോദിച്ചേ? ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഇസ് സ്പെഷ്യലി ഫോർ വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് ഓഫ് എൽഡർലി പീപ്പിൾ. അങ്ങനെ തന്നെ പഠിച്ചതാണ്, ജെറിയാട്രിക്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ്സ് ഈസ് ഡാഷ്. ന്യൂറോളജി, ഹെമറ്റോളജി, ജെറിയാട്രിക്സ്, ഓൾ. ആൻസർ ഏതാ? ഹെമറ്റോളജി. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not included in dermatology department? Which of the following is not included in dermatology department? അപ്പൊ ഡെർമറ്റോളജിന്ന് കേൾക്കുമ്പോൾ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് മനസ്സിലുണ്ടാവുന്നത് കേട്ടോ. ഓപ്ഷൻസ് വെനേറിയൽ ഡിസീസ്, കോസ്മെറ്റിക് പ്രോബ്ലംസ്, സ്കിൻ ഡിസോർഡേഴ്സ്, ടിയർ ഡക്റ്റ്. ഓപ്ഷൻസ് ഏതാ വരിക? ടിയർ ഡക്റ്റ്. കാര്യം എന്താ? അത് ENT ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഓക്കെ, മറ്റുള്ളതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ ഈ ഒരു PDF ഒന്ന് വിട്ടിട്ട് വേറെ ചോദ്യങ്ങളൊന്നും വരില്ല. അപ്പൊ നിങ്ങൾ ആ PDF ഓരോ സെന്റൻസും വായിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, ഡാഷ് ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് കേട്ടോ. ഡാഷ് ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ. ഓപ്ഷൻസ് കാർഡിയോവാസ്കുലർ സർജറി, കൊറോണറി ആർട്ടറി ഡിസീസ്, ക്യാബ്ജ്, രണ്ട്. ആൻസർ ഏതാ വരിക? കറക്റ്റ് ആണ്, കാർഡിയോവാസ്കുലാർ. വാസ്കുലാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തും കൂടെ വന്നു? ബ്ലഡ് വെസലും കൂടെ വന്നു. ഓക്കെ, അടുത്ത ചോദ്യം, നിയോനാറ്റോളജി ഇസ് എ സബ്സ്പെഷ്യാലിറ്റി ഓഫ് ഡാഷ്. ഓപ്ഷൻ ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, ഒഫ്താൽമോളജി ആൻഡ് പൾമണോളജി. ആൻസർ പറഞ്ഞേ. നിയോനാറ്റോളജി സബ്സ്പെഷ്യാലിറ്റി ഓഫ് എന്താണ്? പീഡിയാട്രിക്സ് അല്ലെ. പീഡിയാട്രിക്സിന്റെ ഉപവിഭാഗമാണ് കേട്ടോ. ഡാഷ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ OPD. ഡാഷ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ OPD. OPD ഹാൻഡിൽ ചെയ്യാനായിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ നഴ്സ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ്, രണ്ട്. ആൻസർ ഏതാ വരിക? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a name of emergency department? എന്താണ്? which of the following is not a name for emergency department കേട്ടോ. ഓപ്ഷൻസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, AND ഡിപ്പാർട്ട്മെന്റ്. ഏതാണ് വരിക? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പേരല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ ഉത്തരം വരാം? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. അതല്ല, AND ഡിപ്പാർട്ട്മെന്റ് അല്ല കേട്ടോ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആണ് കേട്ടോ. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അതെന്തെന്നാ? ICU ആണല്ലോ. തെറ്റിപ്പോല ആൻസർ നിങ്ങളുടെ. ഞാൻ എന്താ ചോദിച്ചത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെയിം ഫോർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. താഴെ തന്നിരിക്കുന്നവരില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പേരുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കാതെ കാഷ്വാലിറ്റി ആണ്. അതിന് എന്തൊക്കെ പേര് നമ്മൾ പറയാറുണ്ട്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ കാഷ്വാലിറ്റി എന്ന് പറയും. AND എന്ന് പറഞ്ഞാൽ എന്താ? AND ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അതിനെ നൊട്ടേറ്റ് ചെയ്തത് മാത്രം AND. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് വേറെയല്ലേ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്താ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണല്ലേ, ICU ആണ്. അതിന് നമ്മൾ എമർജൻസി എന്നല്ല പറയാം കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അത്യാഹിത വിഭാഗം കാഷ്വാലിറ്റിനെയാണ് കേട്ടോ. ഓക്കെ, അതേസമയം ഈ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അനദർ നെയിം ഫോർ ICU ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? 3 ആൻസർ വരിക. ഓക്കെ, പെട്ടെന്ന് തെറ്റിപ്പോകരുത് കേട്ടോ. അടുത്തത്, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റില് ഇല്ലാത്തതാണ് എങ്കിലും ഒന്ന് പരിചയപ്പെട്ടത് ഇരുന്നോളൂ.
dash is placed under the skin to make the heart beat at its correct pace when the heart beat too slow. എന്താണ് ഒന്നുകൂടെ പറയാം. Dash is placed under the skin to make the heart beat at its correct pace. Pace എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത എന്നുള്ള അർത്ഥമാണ് കേട്ടോ. When the heart beat too slowly. Options CAD, CABG, pacemaker, none. പേരിൽ തന്നെ കിട്ടും നമുക്ക്. പേസ് എന്ന് തന്നെ കേൾക്കുമ്പോൾ അറിയാം പേസ് മേക്കർ ആണ് അല്ലെ. പേസ് മേക്കർ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹാർട്ടിന്റെ ബീറ്റ് കൺട്രോൾ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Dash is the specialty department that focuses on diagnosis and treatment of kidney. Options neurology, nephrology, obstetrics, none. Option ഏതാ വരിക? Nephrology. എളുപ്പമല്ലേ ഇത്? അടുത്തത് കേട്ടോ. Dash is a department in general under supportive department. Dash is a department under supportive department. താഴെ തന്നിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. ഓപ്ഷൻസ് സെക്യൂരിറ്റി, IT, ഫിനാൻസ്, നണ്. ഏതാ വരിക? സെക്യൂരിറ്റി. ഓക്കെ, ITയും ഫിനാൻസും ഒക്കെ ഏതിലാ വരുന്നത്? അയ്യോ, അതിനെന്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതിനകത്ത് സെക്യൂരിറ്റിയും IT ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ് സപ്പോർട്ടീവ്. ആ ചോദ്യം വേണ്ട കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ. Which of the following does not come under dermatology? Which of the following does not come under dermatology? Options venereal disease, warts, vitiligo, none. Option ഏതാ വരിക? Which of the following four ആണ്? ഓക്കെ, none ആണ് വരിക. ബാക്കിയുള്ള വിറ്റിലിഗോ, വാട്സ്, വെനേറിയൽ ഡിസീസ് എല്ലാം ഏതിനകത്ത് വരുന്നതാണ്? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Radiology is included in dash department. Options informative, diagnostic, supportive, none. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത് അല്ലെ. സപ്പോർട്ടീവ് ഓക്കെ, അത് തെറ്റല്ല, അത് കറക്റ്റ് ആണ്. പക്ഷെ ഓപ്ഷൻ അതിൽ കുറെ കൂടെ കറക്റ്റ് ആയിട്ട് പറയും ഡയഗ്നോസ്റ്റിക് ആണ് വരിക. ഇങ്ങനത്തെ കൺഫ്യൂസിങ് വരില്ല കേട്ടോ, അത് നമുക്ക് പ്രതീക്ഷിക്കാം. കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ വരില്ല, കാര്യം അതിൽ പറഞ്ഞ ആൻസർ ശരിയാണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്തും വരുന്നതാണ്. പക്ഷെ അവിടെ വേറൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക് ആണ് കുറച്ചും കൂടെ ആപ്റ്റ് ആൻസർ കേട്ടോ. അടുത്തത് കേട്ടോ. ലബോറട്ടറി ആൻഡ് റേഡിയോളജി കംസ് അണ്ടർ ഡാഷ്. ജനറൽ, ഡയഗ്നോസ്റ്റിക്, ഇൻഫർമേറ്റീവ്, തെറാപ്യൂട്ടിക്. ഏത് കീഴിലാണ് വരുന്നത്? ലബോറട്ടറി, റേഡിയോളജി, ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയഗ്നോസ്റ്റിക്സ് എന്ന് കേട്ടോ നമ്മുടെ മനസ്സിൽ വന്നേക്കണം. ലാബും റേഡിയോളജിയും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് which is the expanded form of CSFD? Options control sterile supply department, central sterile supply department, central supply department, control sterile department. Central sterile supply department. ENT surgeon is also known as dash. Dentist, otolaryngologist, ophthalmologist, none of the above. എന്താ പറയാ? ഓട്ടോലാരിംഗോളജിസ്റ്റ് അല്ലെ. ആ പേരിൽ നമ്മൾ അങ്ങനെ പൊതുവെ പറയാറില്ല, എങ്കിലും ഓട്ടോളജി എന്നൊക്കെ പറയുന്ന ഹിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അടുത്ത നോക്കിയേ. ട്രീറ്റ്മെന്റ് അണ്ടർ ENT ഇൻക്ലൂഡ്സ്. ENT ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്? ഓപ്ഷൻസ് ക്ലിയർ ഡക്ട് പ്രോബ്ലംസ്, നെക്ക് ലംസ്, സ്നോറിംഗ്, ഓൾ. ഓപ്ഷൻ ഏതാ വരിക? ഓൾ ആണ് വരിക അല്ലെ. ബാക്കിയെല്ലാം അതിനകത്ത് വരുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ്. Option A, pineal. Option B, hypothalamus. Option C, both A and B. Option D, neither A nor B. എന്താണ് ആൻസർ വരിക? both A and B അല്ലെ. എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നത് both A and B ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അടുത്തത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡഡ്
dash services. Options are inpatient services. Option B, outpatient services. Option C, both A and B. Option D, none. Answer either via both A and B. Okay. Dash is the department in which patients are brought in by an ambulance with an emergency situation. Option A, casualty, ICU, operation theatre, none. Ambulance casualty. Okay. Dash departments deals with the problems of heart, oncology, cardiology, casualty, ICU. Option is cardiology. Okay. Dash deals with the human nervous system. Options: obstetrics, neurology, hepatology, and gynecology. Which department deals with the human nervous system? Neurology department. Okay, correct. CSST comes under dash: supporting department, medical department, administrative department, and outpatient department. CSST supporting department. Okay. Then അടുത്തത് ART. ART ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഗൈനക്കോളജി, ഫെർട്ടിലിറ്റിയുടെ കാലത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ART is expanded as assisted research technology, assisted reproductive technique, assisted research technique. രണ്ട്. ആൻസർ ഏതാ വരിക? assisted reproductive technique ആണ് വരിക കേട്ടോ. അടുത്തത് components of neurological examination include the assessment of dash. Components of a neurological examination include the assessment of dash. Options are cognitive function, motor strength, sensation reflexes, all. Answer either via all are answer. അവിടെ നമ്മൾ ന്യൂറോളജിയിലെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. കമ്പോണൻസ് ഓഫ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ത് പെടുന്നത്? ഈ പറഞ്ഞ കോഗ്നിറ്റീവ് ഫംഗ്ഷനും മോട്ടോർ സ്ട്രെങ്ത്തും സെൻസേഷൻ റിഫ്ലെക്സ് എല്ലാം പെടുന്നുണ്ട്. സോ ഓൾ ആണ് ആൻസർ വരിക കേട്ടോ. അടുത്തത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. The branch of medicine concerned with the treatment of disorders of the eye. കണ്ണ്. Option pediatrics, obstetrics, ophthalmology, geriatrics. Option ophthalmology. Okay, correct ആണ്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണല്ലോ. പിന്നെ അടുത്തെന്താണ്? അടുത്ത ചോദ്യം നോക്കിയേ. Surgical aspects of cancer, including biopsy and the surgical resection of tumors, is included in dash. Surgical aspects of cancer, including biopsy and the surgical resection of tumors, is included in dash. Medical oncology, surgical oncology, radiation oncology. മൂന്ന് വിഭാഗം പഠിച്ചിരുന്നു. എന്താണ് ആൻസർ? സർജിക്കൽ ഓങ്കോളജി. കറക്റ്റ് ആണ്. ഒരു ചോദ്യം കേട്ടോ. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് കണ്ടിട്ടില്ല. ഇൻ കേസ് വരുവാണെങ്കിൽ തെറ്റിപ്പോകരുത് കേട്ടോ. ഒന്ന് കേട്ട് നോക്കുക. ഡാഷ് ഈസ് ദ സിവിയർ പെയിൻ ഇൻ ചെസ്റ്റ്. ഡാഷ് ഈസ് ദ സിവിയർ പെയിൻ ഇൻ ദ ചെസ്റ്റ്, ഓഫൺ സ്പ്രെഡിംഗ് ടു ഷോൾഡേഴ്സ്, ആംസ് ആൻഡ് നെക്ക് ഡ്യൂ ടു ദ ഇനാഡിക്വേറ്റ് സപ്ലൈ ഓഫ് ബ്ലഡ് ടു ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ സപ്ലൈ കുറയുമ്പോ നമ്മുടെ ചെസ്റ്റിൽ അനുഭവപ്പെടുന്ന സിവിയർ ആയിട്ടുള്ള പെയിൻ അത് റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ ഷോൾഡർ, നമ്മുടെ ആമിലേക്കൊക്കെ പോകുന്നു. ഓപ്ഷൻസ് CABG, ക്യാൻസർ ആണോ, കൺജനിറ്റൽ ഡിഫക്റ്റ് ആണോ, ആൻജിനയാണോ, രണ്ടാണോ ആൻസർ? ഓപ്ഷൻ ഏതാ? ആൻജിനയാണ്. ആൻജിന പെക്ടോറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിയർ ആയിട്ടുള്ള പെയിൻ ആണ്. ബ്ലോക്ക് ആയിട്ടില്ല, പക്ഷെ ബ്ലോക്ക് ആവുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ചെസ്റ്റിൽ ഒരു മുന്നോടി എന്നോണം ഭയങ്കര സിവിയർ, അതാണ് ചെസ്റ്റ് പെയിൻ വന്ന ഉടനെ കൊണ്ടുപോകണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആൻജിനയാണ് വരുന്നത് കേട്ടോ. ആൻജിന പെക്ടോറിസ് എന്നാണ് അതിന്റെ പേര് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് സെക്ഷൻസ് ആർ ഡൺ വിത്ത് റീജിയണൽ അനസ്തേഷ്യ കേട്ടോ. ഓപ്ഷൻസ് ഏതാണ്? Dash sections are done with options. Cesarean sections ആണ് കേട്ടോ. Cesarean sections ആണ് റീജിയണൽ അനസ്തേഷ്യ വെച്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിനകത്ത് നമ്മൾ പഠിച്ചല്ലോ ലോക്കൽ അനസ്തേഷ്യ ആരോ ഉപയോഗിക്കുന്നത്? ഡെന്റിസ്റ്റുകൾ കേട്ടോ, മറന്നു പോകരുതേ. അടുത്ത ക്വസ്റ്റ്യൻ. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ is also known as dash. Option heart attack, angina, both 1 and 2, neither 1 nor B. Not 2. എന്താണ് ആൻസർ?
മയോകാർഡിയൽ ഇൻഫാക്ഷൻ പറയുന്ന മറ്റൊരു പേരെന്താണ്? ഹാർട്ട് അറ്റാക്ക് കേട്ടോ, മറന്നു പോകരുത് കേട്ടോ. ഇത് ടെർമിനോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കരുത്, ഹാർട്ട് അറ്റാക്കിനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. CAD stands for option cardiac arrest disease, coronary artery disease, both the A and B none. Option ഇതാണ് correct, coronary artery disease എന്നാണ് കേട്ടോ. CAD എന്നാണ് കേട്ടോ, CAD. Okay. Nephrology focuses on the diagnosis and treatment of dash. Option nervous system, brain, kidney, liver. Nephrology എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്പെക്ട് എവിടെ പഠിച്ചു? ന്യൂക്ലിയർ മെഡിസിൻ ആയിട്ട് പഠിച്ചു. സ്പെക്ടിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പെക്ട് is the abbreviation of dash. Option single positron emission tomography, single photon electrolyte tomography, system positron emission tomography, single photon emission computed tomography. Option ഏതാ വരിക? രണ്ടല്ല ആൻസർ ഇടാ, നാലാണ് ആൻസർ. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി കണ്ടോ. ഓപ്ഷൻസ് ഫുള്ള് വായിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട്. അടുത്തത് dash deals with the super speciality with the diagnosis of patients suffering from disorders of the liver. Liver ആണ് കേട്ടോ. ഓപ്ഷൻസ് gastroenterology, hepatology, geriatrics അല്ല. ഓപ്ഷൻ ഏതാ വരിക? gastroenterology ഏതാ? hepatology ആണ് കേട്ടോ. തെറ്റിപ്പോയി ആദ്യ അഫ്ല. എന്താ ചോദിച്ചത്? dash deals with the super speciality with the diagnosis of patients suffering from the disorders of the liver. liver എന്ന് കേട്ടാൽ ഏതാണ്? ഹെപ്പറ്റോളജി ആണ് കേട്ടോ. ഓക്കെ, ഗാസ്ട്രോഎൻട്രോളജിയിൽ വരുന്നുണ്ട്, പക്ഷെ പ്രത്യേകം ലിവറുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റി ഏതാണ്? അത് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ ഹെപ്പറ്റോളജി കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡ് റേഡിയോളജി എക്യുപ്മെന്റ്സ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് MRI മെഷീൻ, അൾട്രാസൗണ്ട്, എക്കോ കാർഡിയോഗ്രാം, നൺ. ഏതാണ് ഓപ്ഷൻ? ഏതാണ് കറക്റ്റ് ആൻസർ വരിക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡ് റേഡിയോളജി എക്യുപ്മെന്റ്. റേഡിയോളജി എക്യുപ്മെന്റിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ MRI മെഷീൻ, അൾട്രാസൗണ്ട്, എക്കോ കാർഡിയോഗ്രാം, നൺ. ഏതാ വരിക? നണ്ണാണ് വരിക. നണ്ണാണ് കേട്ടോ ആൻസർ വരിക. എന്താണ് ചോദ്യം? എന്താണ്? റേഡിയോളജി എക്യുപ്മെന്റിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചോ? അതിനകത്ത് നമ്മൾ വരുന്ന എക്യുപ്മെന്റുകൾ പരിചയപ്പെട്ടോ? ഓർമ്മയുണ്ടോ അത്? കണ്ടോ? എക്സ്റേ മെഷീൻ, CT മെഷീൻ, MRI മെഷീൻ, എക്കോ കാർഡിയോഗ്രാം, അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ. അപ്പൊ ഈ പറയുന്ന MRI, അൾട്രാസൗണ്ട്, എക്കോ കാർഡിയോഗ്രാം ഒക്കെ അതിനകത്ത് വരുന്നില്ലേ? അപ്പൊ നണ്ണല്ല ആൻസർ വരിക. താഴെ തന്നിരിക്കുന്നതിൽ വരാത്തത് ഏതാണെന്നാണ്? എല്ലാം വരുന്നതാണ്. അപ്പൊ ഓപ്ഷൻ നണ്ണാണ് ആൻസർ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. The department which handles the financial plans, budgets and distribute financial resources is dash. ഉത്തരം ഉത്തരമല്ല, ഓപ്ഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, മെഡിക്കൽ, സോഷ്യൽ വർക്ക്. ഏതാണ് ആൻസർ വരിക? The department which handles the financial plans. തെറ്റിപ്പോയെന്നാ നോക്കിയാൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടെ. The department which handles the financial plans, budgets and distribute the financial resources is dash. Option administrative, finance, human resource, medical, social work. Option എന്താ വരിക? ഫിനാൻസ് ആണ് ആൻസർ വരിക കേട്ടോ. അതിൽ തെറ്റിപ്പോയിട്ടോ. നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചില്ലേ? അതിനകത്തെ സെന്റൻസ് നോക്കിയേ. They make budgets, they make financial plans for the future and distribute the financial resources to the various departments. ഏത് ഡിപ്പാർട്ട്മെന്റാ? ഫിനാൻസ് അല്ലേ? HR ആണോ? അഡ്മിനിസ്ട്രേഷൻ ആണോ? അല്ല. അപ്പൊ അതിന് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിട്ട് തെറ്റി പോകരുതേ. അടുത്ത ചോദ്യം. ഡാഷ് എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് എ ബോഡി. അപ്പൊ അപ്പിയറൻസ് ഓഫ് ബോഡി ത്രൂ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്.
അതായത് ഭംഗി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട അവിടെയാണ് നമ്മൾ അപ്പിയറൻസ് ഓഫ് ബോഡി പറഞ്ഞത്. ഓപ്ഷൻസ് പ്ലാസ്റ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി ആൻഡ് ഫിസിയോതെറാപ്പി. ഉത്തരം കോസ്മെറ്റിക് സർജറി. ഓപ്ഷനകത്ത് പ്ലാസ്റ്റിക് സർജറി ഉണ്ടെങ്കിലും അടുത്തൊരു ഓപ്ഷനിൽ കോസ്മെറ്റിക് സർജറിനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് പറഞ്ഞിട്ടുണ്ട് കോസ്മെറ്റിക് സർജറിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് സർജറി അല്ലേ, അതിനെന്ത് കോസ്മെറ്റിക് സർജറിയാണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഡീൽ വിത്ത് ദ അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ. ഡാഷ് ഡീൽ വിത്ത് ദ അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ. ഓപ്ഷൻസ് ഗൈസ്ട്രോഎന്ററോളജി, ജനറൽ മെഡിസിൻ, ജെറിയാട്രിക്സ്, ന്യൂറോളജി. അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ എന്നറിയപ്പെടുന്ന ഏതാ? ഗൈസ്ട്രോഎന്ററോളജി. ഓക്കെ, കറക്റ്റ്. അടുത്തത് ഗൈസ്ട്രോഎന്ററോളജി is the department for the diseases that affect the dash. Option stomach, esophagus, liver and pancreas, all. Answer ഏതാ വരിക? ആൻസർ ഏതാ വരിക? all. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ എല്ലാം ഗൈസ്ട്രോഎന്ററോളജിക്കായിട്ട് വരുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി കേട്ടോ. ഓരോ വരി കാണാപ്പാടൊന്നും പഠിക്കേണ്ടത്, അത് നല്ലപോലെ വായിക്കുമ്പോൾ നല്ല മനസ്സിരുത്തി വായിക്കുക കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതാണ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് ICU ആണ് അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ഓക്കെ, അത് നോക്കാം നമുക്ക്. വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അത് ഇന്റൻസീവിന്റെ ഞാൻ ഇത് എടുക്കണ്ടോ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് ചെറിയ ചാപ്റ്റർ ആയിരുന്നു. നമ്മളവിടെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്താണ്, എങ്ങനെയുള്ളവരെയാണ് ICUവിൽ കെയർ ചെയ്യുന്നത്, ആ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കോമൺ ടൈപ്പ് ഓഫ് ICU, ഓപ്പൺ യൂണിറ്റിന്റെ പ്രത്യേകത, ക്ലോസ്ഡ് യൂണിറ്റിന്റെ പ്രത്യേകത, സ്റ്റാഫിംഗ് നമ്മൾ പറഞ്ഞു. റെക്കമെൻഡ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ്. ഹു ഈസ് ദ രജിസ്ട്രാർ ഇൻ ICU? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. Who is responsible for the keeping patient records while in ICU and preparing summaries? അത് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. ICU അഡ്മിഷൻ ക്രൈറ്റീരിയയുമായിട്ട് ബന്ധപ്പെട്ട് 6 പോയിന്റുകൾ നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കാം. ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ICU റൗണ്ട്സ് എപ്പോഴാണ് നടക്കുന്നത്? മോർണിംഗ് 9 to 11 AM ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻചാർജ് എന്ന് വെച്ചാൽ ഇന്റൻസിവിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങള് ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. റൂട്ടീൻ ICU റൗണ്ട്സ് ഹെൽഡ് ഇൻ. ഓപ്ഷൻസ് ഈവനിങ് 9 to 11 AM, morning 9 to 11 AM, morning 11 to 1 PM, evening 4 to 6 PM. Option ഏതാ? morning 9 to 11 AM. Okay. അടുത്ത question. Who has the right to start and perform the emergency treatment? Inevitable condition. എന്താണ്? Who has the right to start and perform emergency treatment? Inevitable condition. Option junior resident doctor, senior resident doctor, auxiliary personnel, nursing staff. എന്താണ് ഉത്തരം വരിക? കറക്റ്റ് ആണ്, സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. അദ്ദേഹത്തിനല്ലേ ഏതെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത സിറ്റുവേഷനിൽ കൺസൾട്ടന്റിന്റെ ആബ്സെൻസിന് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? സീനിയർ റെസിഡന്റ് ഡോക്ടറിനാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫാക്ടർ ഈസ് ദ ക്രൈറ്റീരിയ ഫോർ ICU അഡ്മിഷൻ? ഓപ്ഷൻസ് diagnosis, option D potential benefit from interventions, option C bed availability, option D all of these. Answer ഏതാ വരിക? all of these എല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അടുത്തത്. in which type of ICU the physicians attending may admit and care for patients? In which type of ICU the physicians may admit and care for patients?
Option A, open unit ICU. Option B, closed unit ICU. Option C, both A and B. And option D, none of these. Physician role വരുന്നത് ഏതിനാ? Physician open unit ICU. Okay, correct ആണ് കേട്ടോ. അടുത്തത് choose the odd one out. Choose the odd one out. താഴെ തന്നിരിക്കുന്ന odd one നെ തിരിച്ചറിയുക. Major trauma, bronchitis, severe burns, cardiothoracic surgery. അപ്പൊ ഒന്ന് കൂടുതൽ ഒരു പടി മുന്നിൽ ചിന്തിച്ചാലേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആണ്. രണ്ടാണ് ബ്രോങ്കൈറ്റിസ് ആണ്. എന്തിനും ആസ്പദമായിട്ടാണ് ചോദ്യം വന്നേക്കുന്നത്. ഓപ്ഷൻസ് വായിച്ച് പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റും. മേജർ ട്രോമ, സിവിയർ ബേൺ, കാർഡിയോതൊറാസിക് സർജറി എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഐസിയുവിൽ കെയർ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് മിസ് ഔട്ട് ചെയ്തിട്ടില്ലേ തുടക്കം. അതിനകത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അതിൽ വരാത്ത ഒന്നാണ് എന്ത്? ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് അതിനകത്ത് പറഞ്ഞിട്ടില്ല. സോ ബ്രോങ്കൈറ്റിസ് ആണ് അവിടുത്തെ ഓട് വണ്ണായിട്ട് പറയുന്നത് കേട്ടോ. Who is the registrar in ICU? Option A, medical director. Option B, junior resident. Option C, nursing aides. Option D, senior resident. പറയൂ ഉത്തരം പറ. Who is the registrar in ICU? പറഞ്ഞേ. senior resident കേട്ടോ. രണ്ടല്ല കേട്ടോ. അത് നാലാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. രണ്ടല്ല. ഓപ്ഷൻ എ മെഡിക്കൽ ഡയറക്ടർ, ഓപ്ഷൻ ബി ജൂനിയർ റെസിഡന്റ്, ഓപ്ഷൻ സി നഴ്സിംഗ് എയ്ഡ്സ്, ഓപ്ഷൻ ഡി സീനിയർ റെസിഡന്റ്. ആരാണ് രജിസ്ട്രാർ? സീനിയർ ആണ് കേട്ടോ, ജൂനിയർ അല്ല കേട്ടോ. സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഹൂ ഷുഡ് എൻഷുവർ suitable environment for the patient safety? Who should ensure suitable environment for the patient safety? Options are junior resident, ICU secretary, hospital administration, none of these. എവിടെന്നാ വന്നിരിക്കുന്നതെന്ന് അറിയോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞ ലാസ്റ്റ് പേജിൽ നമ്മൾ പഠിച്ചില്ലേ? അതിന്റെ അടുത്ത ചോദ്യമാണ്. ആരുടെയാ? അഡ്മിനിസ്ട്രേഷൻ. ഞാൻ ആദ്യത്തെ തന്നെ പോയിന്റ് അതാണ് അല്ലെ. എ സ്യൂട്ടബിൾ എൻവിയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് സേഫ്റ്റി. ഓക്കെ, ആരാണ് ഉത്തരം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അടുത്ത ചോദ്യം. In closed unit ICU, who is responsible for admission and treatment? Option A, intensivist. Option B, physician. Option C, physiotherapist. Option D, nursing staff. പറഞ്ഞ ഉത്തരം. In closed unit, who is responsible for ICU admission and treatment? ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി? ആരാണ് ക്ലോസ്ഡ് യൂണിറ്റിനകത്ത്? ഇന്റൻസിവിസ്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ആരാണ്? ഇന്റൻസിവിസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Who is responsible for keeping the patient's record while in ICU and preparing summaries? അതായത് പേഷ്യൻസ് ഐസിയുവിൽ ആയിരിക്കുന്ന സമയത്ത് അവരുടെ റെക്കോർഡ്സുകള്, അവരുടെ സമ്മറികളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ്? ഓപ്ഷൻസ് ICU സെക്രട്ടറി, സീനിയർ റെസിഡന്റ്, ജൂനിയർ റെസിഡന്റ്, നൺ ഓഫ് ദീസ്. ആൻസർ ഏതാ വരിക? ജൂനിയർ റെസിഡന്റ്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ജൂനിയർ റെസിഡന്റ് is responsible for keeping patients records while in ICU and preparing summaries കേട്ടോ. അതിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് യൂണിറ്റ് പ്രൊവൈഡ്സ് ഇന്റൻസീവ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ ഓർ ഇൻജേർഡ് പേഷ്യൻസ് which is operated by specially trained medical staff and has an equipment. Options outpatient, emergency department, intensive care unit, none of these. ആ സെന്റൻസിൽ തന്നെ കിടക്കുന്നത് അല്ലെ? ICU. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നല്ല പോലെ അത് വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിച്ചാൽ അപ്പൊ നമ്മള് മൊഡ്യൂള് 1 ഞാൻ എടുത്ത ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ മെഡിക്കൽ ടെർമിനോളജി നമ്മൾ റിവൈസ് ചെയ്തിരുന്നു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഫാർമസി, ലബോറട്ടറി, പിന്നെ ഏതായിരുന്നു ബ്ലഡ് ബാങ്ക്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെ, പിന്നെ ഏതായിരുന്നു ഡയറ്ററി അല്ലെ. ഇത്രയും ചാപ്റ്റേഴ്സിന് നമുക്ക് റിവിഷൻ അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്കൊരു എന്താ പറയാ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ ഒരു എക്സാം എഴുതൂലോ മൊഡ്യൂള്, അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ അത് പേടിക്കൊന്നും വേണ്ട. ഒരു മോഡൽ പോലെ മൊഡ്യൂൾ എക്സാം ആണ്, അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം.
കേട്ടോ. അപ്പൊ അതൊന്ന് എഴുതി അപ്പോഴാണ് നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെന്നൊക്കെ അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓൺലൈനായിട്ട് എക്സാം എഴുതുന്ന സമയത്ത് എല്ലാവരും ഫോണൊക്കെ ഫുൾ ചാർജ് ആയിട്ടൊക്കെ വെക്കുക കേട്ടോ. പിന്നെ അറിയാലോ മഴയുടെ ബുദ്ധിമുട്ടുകൾ മറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ റേഞ്ച് ഉള്ള സ്ഥലത്ത് ഇരിക്കാനായിട്ടൊക്കെ നോക്കുക കേട്ടോ. കാര്യം പലപ്പോഴും ചിലവര് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് അവസാനമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും റേഞ്ചിന്റെ പ്രോബ്ലം വന്നിട്ട് ആദ്യം അറ്റൻഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാവും. അങ്ങനെയുള്ള പേടിയൊന്നും വിചാരിക്കേണ്ട. നമുക്ക് പിന്നീടും എഴുതാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ആലോചിച്ച് അത് ടെൻഷൻ ആവണ്ട കേട്ടോ. എപ്പോഴും റിലാക്സ് ചെയ്ത് നല്ല റേഞ്ചുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് എപ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ നല്ലപോലെ വായിച്ച് കൃത്യമായിട്ട് മെയിൽ ID, അതുപോലെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അതൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എപ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതൊക്കെ നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് തരും. എങ്കിലും ശ്രദ്ധിക്കാം. തുടക്കമൊക്കെ എഴുതുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ മനസ്സിലാവും കേട്ടോ. അപ്പൊ ശരി എന്നാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.